അതിനാടകീയമായ ജനറൽ ബോഡി യോഗത്തിനൊടുവിൽ താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ചു. പ്രസിഡന്റ് ശ്വേതാ മേനോനും വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയയും പ്രാഥമിക അംഗത്വം പോലും ഒഴിഞ്ഞു. തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്നും ആരുടെയും പാവയാകില്ലെന്നും പറഞ്ഞാണ് ശ്വേതയുടെ പടിയിറക്കം. ഇനിയുള്ള 4 മാസം രമേശ് പിഷാരടി നയിക്കുന്ന അഡ്ഹോക് കമ്മിറ്റി അമ്മയെ നയിക്കും. നാടകീയമായ ജനറൽ ബോഡിക്കൊടുവിൽ താരസംഘടനയായ ഭരണസമിതി തന്നെ ഇല്ലാതായി. അമ്മയിൽ ചരിത്രം കുറിച്ചുകൊണ്ട് 10 മാസം മുൻപ് അധികാരമേറിയ വനിതകളുടെ നേതൃത്വമാണ് അതിരൂക്ഷമായ അന്തഛിദ്രത്തിന് ഒടുവിൽ രാജിവെച്ചത്. 17 അംഗങ്ങളും ജനറൽ ബോഡിയിൽ രാജി പ്രഖ്യാപിച്ചു. പ്രാഥമിക അംഗത്വം പോലും രാജിവെക്കുകയാണെന്ന് ശ്വേതാ മേനോൻ പറഞ്ഞു. ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേതാ മേനോൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. വാർഷിക റിപ്പോർട്ടും കുടുംബസംഗമത്തിന്റെ അടക്കം കണക്കും അംഗീകരിക്കാതെ വന്നതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. കണക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു തുടങ്ങിയ താരങ്ങൾ നിലപാടെടുത്തു. എന്നാൽ കുറ്റാരോപിതരിലേക്ക് സംഘടന വീണ്ടും പോകുകയാണെന്നും തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്നും ശ്വേത ആരോപിച്ചു. ആരുടെയും പാവയാകാനില്ലെന്നും ശ്വേത പറഞ്ഞു. കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. ഇതിൽ പാവകളായില്ലെങ്കിൽ ആ സ്ഥാപന ഓടിക്കാൻ പറ്റില്ല. പാവ ആവാൻ ഞാൻ റെഡിയല്ല. വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയയും പ്രാഥമിക അംഗത്വം രാജിവെച്ചു. ഒരു പക്ഷം മാത്രം പറയുന്നതാണ് ശരിയെന്ന വ്യാഖ്യാനം വരുന്നെന്ന് കടുത്ത അനുസിബ വിരുദ്ധ നിലപാടുള്ള ലക്ഷ്മി പ്രിയ ആരോപിച്ചു. അംഗത്വം ഉപേക്ഷിച്ചു. എനിക്കറിയില്ല. കാരണം ഒരു സൈഡ് മാത്രം പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ എങ്ങനെ പോകും? ഇവിടെ ഈ നാട്ടിൽ കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ. ഒരു സൈഡ് പറയുന്ന നരേഷൻ മാത്രം വിശ്വസിക്കുന്നു. ശ്വേതാ മേനോൻ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ബാബുരാജ് തള്ളി. എന്തു പറഞ്ഞാലും സ്ത്രീ എന്ന കാർഡ് ഇറക്കുന്ന രീതി ഇന്ന് പൊളിഞ്ഞു. അൻസിബ കണ്ണീരോടെയാണ് ജനറൽ ബോഡിയിൽ സംസാരിച്ചത്. ശ്വേത ക്ഷോഭിച്ചത് കുടുംബസംഗമത്തിന്റെ 67 ലക്ഷത്തിന്റെ കണക്ക് ചോദിച്ചപ്പോഴാണ് എന്നും ബാബുരാജ് ആരോപിച്ചു. ഇത്രയും നാൾ ഇവര് ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അത് പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. അപ്പൊ സ്ത്രീകളുടെ കാർഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ശരി. അതെ, 67 ലക്ഷം രൂപയുടെ കണക്ക് കിട്ടിയിട്ടില്ല. ഇത് ചാർട്ട് അക്കൗണ്ട് അവരൊക്കെ അയച്ചിട്ട് ദൈവത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് വന്നതാണ്. ഇവര് തന്നെ തെറ്റി എനിക്ക് അയച്ചു തന്നത്. അമ്മയെ അടുത്ത 4 മാസം രമേശ് പിഷാരടി നയിക്കുന്ന താൽക്കാലിക ഭരണസമിതി നയിക്കും. ഗണേഷ് കുമാർ അടക്കം സമിതിയിലുണ്ടാകും. ചില അംഗങ്ങൾ കാരണം സംഘടനയ്ക്ക് പ്രതിച്ഛായ നഷ്ടമുണ്ടായെന്ന് ജഗദീഷ് കുറ്റപ്പെടുത്തി. സംഘടനാപരമായിട്ടുള്ള ചില പാളിച്ചകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് പരിചയക്കുറവ് ഉണ്ടായിരിക്കാം. അതിൽ അംഗങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. മാത്രമല്ല, ട്രഷറർ കുറച്ച് നാൾ മാറി നിൽക്കേണ്ടി വന്നതിൻ്റെ പേരിൽ അക്കൗണ്ട്സ് പ്രോപ്പറായി ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ സംഘടനാപരമായ അംഗങ്ങൾ തമ്മിലുള്ള ചില വാക്ക് തർക്കങ്ങൾ അത് മീഡിയയുടെ മുന്നിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മീഡിയയുടെ മുന്നിൽ അവതരിപ്പിച്ചു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് അൻസിബ യോഗശേഷം പ്രതികരിച്ചു. കഴിഞ്ഞ കാലയളവിൽ അമ്മയിൽ നിന്നും വിട്ടുപോയ അതിജീവിത അടക്കമുള്ളവരെ പുതിയ ഭരണസമിതി തിരികെ വിളിക്കണമെന്ന നിർണായക ആവശ്യവും അൻസിബ ഉയർത്തി. പ്രസിഡന്റ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് പോയ അതിജീവിത ഉൾപ്പെടെ പോയ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുമെന്ന്. ഞാൻ ഇനി വരാൻ പോകുന്ന കമ്മിറ്റിയോട് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ റിക്വസ്റ്റാണ്, ഇവിടുന്ന് പോയവരെ തിരിച്ച് വിളിക്കണം, ഒഫീഷ്യലി വിളിക്കണം. ജനറൽ ബോഡി യോഗത്തിനിടെ നാടകീയ രംഗങ്ങളുമുണ്ടായി. മോഹൻലാൽ തർക്കത്തിൽ ഇടപെടണമെന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്ന് വികാരപരമായി അദ്ദേഹം സംസാരിച്ചു. സംഘടനയെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു. സംഘടന പൊതുസമൂഹത്തിൽ ചീഞ്ഞളിഞ്ഞു നിൽക്കുകയാണെന്ന് നടി യമുന റാണി യോഗത്തിൽ പറഞ്ഞതിന്റെ ശബ്ദരേഖ ന്യൂസ് മലയാളം പുറത്തുവിട്ടു. ഇതിന്റെ കാരണം ഈ സംഘടനയ്ക്ക് പുറത്തുള്ള ഒരാൾ പോലുമല്ല എന്നുള്ളത് ദയനീയമായ സത്യമാണ്. വ്യക്തിഗതമായ പ്രശ്നമാണ് സംഘടനയുടെ പ്രശ്നമായിട്ട് ഈ പരിഗണിച്ചിരിക്കുന്നു. എന്നാൽ അമ്മയിലെ ആഭ്യന്തര തർക്കത്തിൽ സർക്കാർ ഇടപെടേണ്ട സാഹചര്യം ഇല്ലെന്ന നിലപാടിലാണ് സർക്കാർ. പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ പരിഹരിക്കട്ടെ എന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് പ്രതികരിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.